നമ്മുടെ CM പെട്ടല്ലോ 1000 രൂപ ടിക്കറ്റ് എടുത്ത് ഗുരുവായൂരിൽ കയറിയാണ് അദ്ദേഹത്തെ പൊങ്കാല ഇട്ടോണ്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും ഈ സംഭവിച്ചത്? അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് വളരെ രസകരമായിട്ടത്. ഇനി ദൈവത്തെ ഓർത്ത് ക്ഷേത്രത്തിൽ പോകരുത് എന്നുകൂടി പറയരുത് അത് എന്ന്. എന്താന്ന് വെച്ചാൽ വടശ്ശേരി ദാമോദരൻ മോതിരം മകൻ അല്ല ദാമോദരൻ മേനോൻ മകൻ വീട് സതീശൻ എന്ന് പറഞ്ഞത് കൊണ്ട് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേരിൽ പറയാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്, വീഡിയുടെ എക്സ്പാൻഷനാണ് അതെന്ന് പറഞ്ഞു. അമ്മയുടെ പേരും കൂടെ പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ പ്രജിത, നമ്മുടെ കുടുംബ പേര് വന്നിട്ട് നമ്മളിട്ടതല്ല. ഇപ്പം എൻ്റെ തന്നെ പലരും എന്നോട് പറയും മേനോൻ എന്ന് കളയും, മേനോൻ എൻ്റെ ഐഡൻറ്റിറ്റി പോയി. ഞാൻ ജനിച്ചപ്പം മുതൽ മേനോന്നൊരു തന്നെ അവിടെ കിടന്നോട്ടെ, ഞാൻ അതൊരു എൻ്റെ ഒരു സർനെയിം അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം അമ്മയുടെ പേരിൽ നായർ വിജയലക്ഷ്മി നായർ എന്നാണ്, വിവാഹശേഷം അത് മേനോനായി. അതിലൊക്കെ എന്തിനാ കൊടുക്കുന്നത്? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ജാതിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ് മഹിളാ മോർച്ചയുടെ. ആരൊക്കെ അവർ KPMS KPMSോ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന് കേൾക്കണല്ലാണ്ട് KPMS ഞാൻ കേട്ടിട്ടില്ല. അത് പുലിയ വിഭാഗക്കാർക്ക് അങ്ങനെയുണ്ടോ? അതുപോലെ SNDP ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഹിന്ദുക്കൾ അങ്ങനെ ഹിന്ദുക്കൾ, ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകുന്നു. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പള്ളിയിൽ പോകുന്നു. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ തന്നെ പള്ളിയിൽ മോസ്കിൽ പോകുന്നു. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇത്ര 100,000 വിഭാഗങ്ങളും ഉപജാതികളും ഉണ്ടെന്നും അറിയില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ പോകെ പോകെ പഠിക്കേണ്ടി വന്നു. എന്നാലും അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ആകെപ്പാടി ഈ പറഞ്ഞ പോലെ SNDPയും KPMS അന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ NSSനെ കുറിച്ചും അറിയാം, എപ്പോഴും പേപ്പറുകളിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, സതീശൻ പറഞ്ഞത് വളരെ അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞു വന്നത് വളരെ നല്ല കാര്യമാണ്. പ്രജിത തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ എന്ന് പറഞ്ഞതും എനിക്കിഷ്ടമായി. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു, 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്തു. ഇടയ്ക്ക് വെച്ച് വലിച്ച് താഴെ ഇടുമോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് കേരളീയരായ എല്ലാവരുടെയും മുഖ്യമന്ത്രി. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. പ്രജിത പറഞ്ഞതിലും ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ടിക്കറ്റ് അവിടെ ഇല്ല. ഈ 1000 രൂപ കൊടുക്കുന്ന നെയ്വിളക്ക് എന്നൊരു സാധനം നമുക്ക് അവിടെ മേടിക്കാം. നമ്മളെല്ലാവരും ഭയങ്കര കേരളം എല്ലാം കൊണ്ട് ഒന്നാം സ്ഥാനത്താണ്. അപ്പം നല്ല നല്ല വാക്കുകൾ, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ കോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീലങ്കയിൽ നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, അതെ പത്മജി നിങ്ങൾ എന്താ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കേരളത്തിനെ കുറിച്ച്? നമ്മളിവിടെ നല്ല പ്രകൃതി രമണീയത, നല്ല ബാക്ക് വാട്ടേഴ്സ്, മലകൾ, കുന്നുകൾ. കം ഓൺ, നിങ്ങളുടെ റോഡുകളിൽ കൂടെ മനുഷ്യർക്ക് പോകാൻ പറ്റുമോ? ശ്രീലങ്ക എന്ത് മനോഹരമായ സ്ഥലം. ഞങ്ങളങ്ങനെ പറയുന്നല്ലോ. ദാറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്. ഞങ്ങളുടെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏജൻസി, അഡ്വർടൈസിങ് ഏജൻസി ഇത്രയും നല്ലൊരു വാക്ക് കണ്ടുപിടിച്ചു. അതിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് നെയ്വിളക്ക്. ഒരു നെയ്വിളക്ക് എടുത്ത് നമ്മൾ നടയിൽ സമർപ്പിക്കാൻ 1000 രൂപയാണ് നെയ്വിളക്കിന്റെ വില. അല്ലാണ്ട് ടിക്കറ്റ് അല്ല, സ്പെഷ്യൽ ക്യൂ അല്ല, ഒന്നുമല്ല. പക്ഷേ ഈ 1000 രൂപ കൊടുത്ത് നെയ്വിളക്കിന് ടിക്കറ്റ് ഇതെടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ക്യൂ, പെട്ടെന്ന് തന്നെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ക്യൂ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ നെയ്വിളക്ക് നമ്മളുടെ കയ്യിൽ പിടിച്ച് നമ്മളവിടെ കൊണ്ട് സമർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയപ്പോൾ നെയ്വിളക്കിന് വെറും ഒരു ടിക്കറ്റ് മാത്രമേ തരുന്നുള്ളൂ. ചുമ്മാ അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ ടിക്കറ്റ് എടുത്താണ് ഞാൻ തൊഴുതെന്ന്. ഒരു ചെറിയൊരു കൂപ്പൺ പോലെ ഒരു സാധനം തരും. അപ്പം ഞാൻ ചോദിച്ചു, വിളക്ക് നടയിൽ കിട്ടാതൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ എന്താണ് അവിടുത്തെ വടക്കേ നടയിൽ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രസാദം കിട്ടും. അപ്പം നെയ്വിളക്കിന് പ്രസാദമായിട്ട് അവർ ചെറിയ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ തരുന്നുണ്ട്. ഇതാണ് ഈ 1000 രൂപയുടെ ടിക്കറ്റ് എന്നും പറഞ്ഞ് ആക്കുന്നത്. പക്ഷേ ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 300-400 പേര് 4 ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 5ാമത്തെ ആൾ ഫ്രീ ആണേ. 4 നെയ്വിളക്കിന് പാസ് എടുക്കുകയാണെങ്കിൽ 5ാമൻ ഫ്രീ. അങ്ങനെ അപ്പോൾ ഒരു ദിവസം 300 പേര് വരുന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ ആയില്ലേ? 1000 രൂപ വെച്ച് എക്സ്ട്രാ വരുമാനം. ഒരു മാസം അപ്പം എത്ര രൂപയായി? ഒരു വർഷം എത്ര രൂപയായി? അപ്പൊ സതീശൻ ചെയ്തത് അതിൽ കൂടെ കയറി കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും അദ്ദേഹം ആ ടിക്കറ്റ് എന്ന് പറഞ്ഞ ശരിയില്ല, നെയ്വിളക്കിന്റെ പാസ് എടുത്തു. അത് എടുത്താക്കി. നെയ്വിളക്കിന്റെ പാസുമായിട്ട് ഞാൻ ഇങ്ങനെ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒന്ന് മുകളിലേക്ക് നോക്കി. എൻ്റെ കഷ്ടകാലത്തിന് നമ്മളെല്ലാവരും ഈ മൊബൈലൊക്കെ സറണ്ടർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കയറില്ല. എന്തുകൊണ്ട് സറണ്ടർ ചെയ്യിപ്പിക്കുന്നു എന്നും ഞാൻ ആ ക്യൂവിൽ നിന്ന് ആലോചിച്ചു പോയി. കാരണം നമ്മൾ ഫോട്ടോ എടുത്താലോ, മുകളിലേക്ക് നോക്കുമ്പോൾ മാറാമ്പലും കരിയും ഒക്കെ പിടിച്ച്
അവിടെ തന്നെയാണ് ആൾരൂപം സമർപ്പിക്കുന്ന കൗണ്ടറും വെച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഇത്രയധികം വരുമാനം ഉണ്ടാവുന്ന ഒരു ദേവസ്വത്തിൽ ഗുരുവായൂർ ദേവസ്വം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തെലുങ്കന്മാരായിരുന്നു, പുറകിൽ തമിഴന്മാരായിരുന്നു, വലത്തുവശത്ത് കന്നഡക്കാരായിരുന്നു, മലയാളികളുണ്ടായിരുന്നു. കുറെ പേരൊക്കെ എൻ്റെ മുഖം തിരിച്ചറിഞ്ഞ് വരികയും ചെയ്തു കേട്ടോ. അയ്യോ പത്മനാഭേടല്ലേ പത്മനാഭേടല്ലേ എന്ന് പറഞ്ഞിട്ട്, അതും സന്തോഷം തന്നെ. അപ്പോൾ ഇത്ര അധികം രൂപ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മുകളിലേക്ക് നോക്കിക്കൂടെ? അതിങ്ങനെ നേരെ മാത്രമേ നോക്കുള്ളൂ, ഇങ്ങനെ 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 ഒന്നും കണ്ണനങ്ങൂലേ? നമ്മളുടെ അമ്പലങ്ങൾ അവർക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ ഇത്ര കോടി രൂപ പോരെ പ്രജിത? എന്തുകൊണ്ട് ആ ദേവസ്വത്തിന്റെ അധികാരികൾ, ദേവസ്വം ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുന്ന പലപ്പോഴും IAS അല്ലെങ്കിൽ കൺഫേർഡ് IAS അവരുടെ ഒന്നും കണ്ണനങ്ങൂലേ? അല്ലെങ്കിൽ അവർ കറുത്ത കണ്ണട കെട്ടിക്കൊണ്ട്, പണ്ട് ദ്രൗപദിയും ധൃതരാഷ്ട്രമൊക്കെ നടന്ന പോലെ ഒരാൾ കണ്ണ് കാണാനില്ല. ഭാര്യ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഭർത്താവിന് കണ്ണായി മാറേണ്ടതിന് ഒരു സ്വന്തം കണ്ണ് കെട്ടിയതുകൊണ്ടാണ് ആ 101 കുട്ടികളും വഴിപഴിച്ചു പോയത്. തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോൾ കറക്റ്റ് ചെയ്യാൻ അമ്മ ഉണ്ടായിരുന്നില്ല. അച്ഛനില്ലെങ്കിൽ അമ്മ കൂടെ നിൽക്കണമായിരുന്നു. അത് ഗാന്ധാരി പതിവ്രത രക്തം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്വന്തം മക്കള്, സ്വന്തം കർമ്മത്തിൽ ഉണ്ടായിരിക്കുന്ന മക്കളെ നല്ല വഴിയിൽ നടത്താതെ ഭർത്താവിനൊപ്പം കണ്ണുകെട്ടി നടന്നത് പതിവ്രത രത്നമല്ല, ഒരു ഏറ്റവും മോശമായ അമ്മയാണെന്നേ ഞാൻ പറയുള്ളൂ. അത് പതിവ്രത രത്നം നിൽക്കട്ടെ, ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കണ്ണു കെട്ടിയിട്ടല്ലേ നടക്കുന്നത്. അപ്പൊ ഭർത്താവിനൊന്ന് കൈപിടിച്ച് നടത്താനോ ബാത്റൂമിൽ കൊണ്ടുപോകാനോ ആഹാരം കൊടുക്കാനോ ഒന്നും അവർക്ക് പറ്റിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മളുടെ ഇത് ദേവസ്വത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ അതൊന്ന് നമ്മളുടെ മുഖ്യമന്ത്രി ഇടപെട്ട് അത് ഗുരുവായൂരിലെ വൃത്തിയാക്കണം. ഒന്ന് മുകളിലേക്ക് നോക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട്. ശരിയാണ്, അദ്ദേഹം മാസാമാസം ഗുരുവായൂർ പോവാറുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കരുണാകരന്റെ പാത പിന്തുടരുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എല്ലാ മാസവും പോകുമ്പോ ഇതുപോലെ ഒന്ന് മുകളിലോട്ടൊക്കെ നോക്കി. ഇദ്ദേഹം പറഞ്ഞ നെയ്വിളക്കിന്റെ ടോക്കൺ എടുത്ത് നിൽക്കുന്ന അതേ സ്ഥാനത്ത് നിന്നാണ് ഞാൻ കുറച്ചു നേരം എടുത്തു മുമ്പിലേക്ക് പോകാനായിട്ട്. മുകളിലേക്ക് നോക്കിയപ്പോ കണ്ടത്. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ നേരെ നോക്കിയില്ല, കാരണം സെൽഫി എടുക്കാൻ പറ്റൂല, കാരണം അതിൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. പക്ഷെ എല്ലാവരും കൺകാലിത്ത് കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ വന്ന് നിൽക്കുമല്ലോ. അപ്പം അതിൻ്റെ തിരക്കിൽ അദ്ദേഹത്തിന് മുകളിലേക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹം ഈ നെയ്വിളക്ക് ക്യൂവിൽ കൂടെ തന്നെ നിന്ന് മുകളിലേക്ക് നോക്കി പോകണം. അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു, ആൾരൂപങ്ങൾ വിൽക്കുന്ന കൗണ്ടറിന്റെ നേരെ അവിടെ നിന്ന് നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ഇന്നലത്തെ TV-യിട്ട് ചാമ്പ്യന്നത് ആരാന്ന് പറയുമ്പോൾ അനിൽകുമാർ മന്ത്രിയുടെ മകന്റെ കല്യാണത്തിനാണ് ശ്രീ VD സതീശനും ബാക്കി എല്ലാവരും വന്നത്. അങ്ങനെ നോക്കൂ എന്താണ് സംഭവിക്കുന്നത്, ആങ്കർ അലറാട്ട് എക്സൈറ്റ്മെന്റ്. ആ കാറിൽ നിന്ന് സ്റ്റേറ്റ് ബോർഡ് വെച്ച കാറിൽ നിന്നാണ് പ്രതിസുധ വരൻ ഇറങ്ങിയത്. തെറ്റുണ്ടോ? കാരണം ഇപ്പൊ നമ്മളുടെ പ്രധാനമന്ത്രി നമ്മളെല്ലാരും ചെയ്യേണ്ട കാര്യം മാക്സിമം ആൾക്കാരെ കുത്തി നിറച്ച് ഒരു കാറിൽ പോകാന്നുള്ളതാണ്. പിന്നെ അച്ഛന്റെ കാറിൽ വന്നു, അച്ഛൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നു, അമ്മേന് വേറൊരു കാറിൽ, മകനൊരു വേറെ കാറിൽ വരേണ്ട കാര്യമില്ല. ഉടനെ ആ ചാനൽ കാണിക്കുക, കരുണാകരൻ നമ്മളുടെ പിണറായി വിജയൻ മകളെയും ചെറുമകനെയും കൊണ്ട് അദാനി പോർട്ടില് വിഴിഞ്ഞത്ത് വന്നപ്പോൾ അത് വലിയ ഇതായിരുന്നു, വാർത്തയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കാറിൽ. അപ്പം ഞാൻ എൻ്റെ മകനും വരും എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കൊണ്ടുവരും. ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഒക്കത്തെടുത്തുകൊണ്ട് അവനെ എക്സിബിഷനുകൾ കാണിക്കാൻ പോയിട്ട് ഒക്കത്തെടുത്തുകൊണ്ട് ഒരു അപ്പൂപ്പൻ എക്സിബിഷൻ കാണാൻ നടക്കുന്നതും ഒരു മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നതിന് ഞാൻ അന്നും കുറ്റം പറഞ്ഞിട്ടില്ല, ഇപ്പോഴും കുറ്റം പറയുന്നില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴിക്ക് കയറുന്നതിൽ യാതൊരു അപാകതയുമില്ല. ഈ കുഞ്ഞിന് വേണ്ടി തനിച്ച് സ്കൂളിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ വീണയെ കൊണ്ട് ഓഫീസിലാക്കാനോ ഭാര്യയ്ക്ക് ആശുപത്രിയിൽ പോകാനോ ഒക്കെ ഒഫീഷ്യൽ കാർ എടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അതിലില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ അതിൽ കയറിയ എന്താ കുഴപ്പം? ഒരു കല്യാണത്തിന് അദ്ദേഹം പോകുന്നു, ഞാൻ ഭാര്യയെ കൊണ്ടുപോയില്ല, മകളെ കൊണ്ടുപോയില്ല, നിങ്ങളൊക്കെ ഓരോ കാറിൽ വരിക എന്ന് പറഞ്ഞാൽ അതും വരുന്നത് ഗവൺമെന്റ് എക്സ്പെൻസിലേക്ക് തന്നെയാണ്. അപ്പൊ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പൊ ഈ ചാനലിൽ നിന്ന് ചാമ്പിക്കൊണ്ടിരിക്കുക. അന്ന് കുറ്റം പറഞ്ഞവരല്ലേ കേരള സർക്കാർ കാറില് മുഖ്യമന്ത്രി മകളെയും ചെറുമകനെയും കയറ്റിയതിന് കുറ്റം പറഞ്ഞു, അവരുടെ കണ്ണ് പടഞ്ഞു പോയോ എന്നൊക്കെ പറഞ്ഞ് കോരം പ്രസംഗിക്കുകയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, നല്ലൊരു സുമുഖനായ ഡോക്ടറാണ് അദ്ദേഹം തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി. നല്ല ഭംഗിയായിട്ട് കസവ് വേഷ്ടി തന്നെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രൊമോഷനായി. അല്ലെങ്കിൽ ആരും അനിൽകുമാറിനെയോ അദ്ദേഹത്തിന്റെ മകനെയോ കാണാനോ ഓർക്കാനോ പോകുന്നില്ല. ഈ പെറ്റിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ മാറ്റുകയാണ്.
സതീശൻ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് ഇരിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ഒരു സമയം കൊടുക്കാണ്ട് വെറുതെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ താനെന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മിസ്സേ ഇവനെൻ്റെ മുട്ടായി എടുത്തു ഒന്നും അല്ല മിസ്സേ ഇവൻ്റെ ചോറ് പാത്രം തുറന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കേൾക്കാൻ നമുക്ക് സമയവും സാവകാശവും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പോൾ സതീശൻ്റെ പേരിൽ വരുന്ന ഏറ്റവും വലിയ ആരോപണം നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്ന അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അതിലെന്താ തെറ്റ്? അദ്ദേഹം ഒരു IAS ഓഫീസറല്ലേ? സതീശൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞു, ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ടേ പാർലമെന്റ് ഇലക്ഷൻസ് വരുന്നുള്ളൂ. ഇവര് തന്നെ നിയമിച്ച ആള് ഇദ്ദേഹം കറപ്റ്റായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ബാക്കി എല്ലാവരുടെയും വോട്ടുകൾ മാറ്റിവെച്ച് പല കാരണങ്ങൾ കൊണ്ട് അവർക്കൊന്നും വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കാണ്ട് ചെയ്തിരിക്കും എന്നൊരു വ്യക്തിയായിരുന്നു എന്ന് ഇവർക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ CEO ആയിട്ട് ഇവർ വെച്ചു? പിണറായി സർക്കാരല്ലേ വെച്ചത്. പിണറായി സർക്കാർ വെച്ചൊരു ഉദ്യോഗസ്ഥനെ എൻ്റെ സർക്കാരിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? എല്ലാ കാര്യങ്ങൾക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നങ്ങൾ? ജനങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളാക്കാണ്ട്. ഇപ്പോൾ പരിയാരത്ത് കാവിൽ തന്നെ 14 പ്രാവശ്യത്തോളം വിധി വന്നതാണ്, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി വന്നതാണ് അവരെ അവിടെ നിന്ന് മാറ്റണമെന്ന്. ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എറണാകുളം ജില്ലയുടെ ചാർജുള്ള മന്ത്രിയായിരുന്നു കളമശ്ശേരിയിൽ നിന്നുള്ള MLA ശ്രീ രാജീവ്. ഇപ്പം അദ്ദേഹമാണ് അവിടെ നിന്ന് കോരം പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. ഇതിനു മുമ്പ് ഇവർക്ക് നാക്ക് എവിടെ പോയിരുന്നു? ഈ മന്ത്രിയുടെ നാക്ക് എവിടെ പോയിരുന്നു? ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരൊന്നും വേണ്ടിയില്ല. കാരണം അത് കോടതിയുടെ വിധിയാണ്. ഒരു പ്രൈവറ്റ് പേഴ്സന്റെ ലാൻഡാണ്, അത് കോടതി തീരുമാനിക്കുന്നു എന്ത് ചെയ്യണമെന്ന്. അത് വായ തുറന്ന് പറയാണ്ട് ഇപ്പോൾ കോൺഗ്രസ് മിനിസ്ട്രി വന്നപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് ജനകീയ സമരങ്ങളിൽ പങ്കെടുക്കുന്നു, അവരുടെ കൂടെ ഇരിക്കുന്നു. ഇതൊക്കെ എന്താണ് പ്രജിത? ഇവർ തന്നെ എപ്പോഴും പറയും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ, അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ. ഇപ്പോഴും മലയാളികൾ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നതെന്നും ഇവർ പറയുന്ന എല്ലാ കുനിഷ്ഠകളും കുന്നായ്മകളും അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നും എല്ലാവർക്കും അറിയാം. നമ്മളും ആ ഫാമിലിയോടൊപ്പമാണ്. പക്ഷേ നീതിക്ക് വേണ്ടി വേറൊരാൾ കൊടുത്ത കേസാണ്. അപ്പോൾ ആരുടെ കൂടെ ചേരും? കുടുംബങ്ങൾ, വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം സതീശൻ പറഞ്ഞു ഞാനത് ഏറ്റെടുക്കും, ഞാൻ ഈ കുടുംബങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അസൗകര്യവും ഉണ്ടാവാത്ത വിധത്തിൽ അവരെ പുനരധിവസിപ്പിക്കും. അതുപോലെ വയറ്റിൽ നമ്മുടെ മോണോ ആക്ട് നടിയുണ്ടല്ലോ, അല്ല മോണോ ആക്ടിൽ 1ാം സമ്മാനം നേടിയ വീണ ജോർജ്, അവര് വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയ ഒരു വനിതയുണ്ടല്ലോ, ആ വനിതയുടെ കാര്യത്തിൽ അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചു. അവർ തന്നെ വയറ്റിൽ കത്തിര, ബോധാവസ്ഥയിലാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, പക്ഷെ അവർ ആ ബോധാവസ്ഥയിലും കത്തിര എടുത്ത് വയറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞ് തുന്നിച്ചു എന്നൊക്കെയാണ് നമുക്ക് കേട്ടാൽ തോന്നുന്നത്. ആ ലേഡിക്കും VD സതീശൻ ഇടപെട്ട് ആരോഗ്യ വകുപ്പിൽ തന്നെ ജോലി കൊടുത്തിരിക്കുന്നു. നല്ല തീരുമാനങ്ങൾ ആരെടുത്താലും ജനങ്ങളെ ചേർത്ത് പിടിച്ചാലും അത് കാണാനും അത് സപ്പോർട്ട് ചെയ്യാനും ജനങ്ങളുണ്ടാകും. ഇദ്ദേഹം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം തുടങ്ങി ഭരണത്തിൽ പിഴവ് വരുമ്പോൾ ഇതേ ജനങ്ങൾ തന്നെ, അതുകൊണ്ടാണല്ലോ 5 വർഷത്തിലൊരിക്കൽ ഇലക്ഷൻ വരുന്നത്, ഇതേ ജനങ്ങൾ തന്നെ അവരോട് പറയും കടക്കൂ പുറത്തെന്ന്.